ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്ത് നമ്മൾ കട്ട്ലറ്റ്, എഗ് റോള്, ചിക്കൻ റോള് ഇങ്ങനെ പലതും റെഡിയാക്കാറുണ്ട്. നമ്മൾ പല രീതിയിൽ ബ്രെഡ് ക്രംസ് റെഡിയാക്കാറുണ്ട്. ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു 1 മന്ത് വരെ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഈ ബ്രെഡ് ക്രംസ് റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തല്ല, ജസ്റ്റ് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പാൻ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി സെയിം രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ 2 സൈഡും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ എടുത്ത 5 പീസ് ബ്രെഡും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പീസാക്കി എടുക്കാം. നമ്മൾ കൈവച്ചിട്ട് തന്നെ ചെറുതായിട്ട് നമുക്കിത് പീസാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ യൂസ് ചെയ്ത് അതിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്കിത് പൗഡറാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് പൗഡറായിട്ട് ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് ചെറിയ ചെറിയ തരി വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ബ്രെഡ് ക്രംസ് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് പീസാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയും നമുക്ക് ഇത് റെഡിയാക്കാവുന്നതാണ്. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങ് ഫൈൻ പൗഡറായിട്ടല്ല ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ തരിയുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1 മന്ത് വരെയൊക്കെ ഇത് ചീത്തയാവാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.